ദേവികയുടെയും വിജയുടെയും കുഞ്ഞിന്റെ വരവോടുകൂടി പ്രേക്ഷകർ വീണ്ടും ഇവരുടെ വാർത്തകൾ ഓരോന്നായി ഏറ്റെടുക്കാൻ തുടങ്ങി. ആദ്യ കുഞ്ഞിന്റെ, അതായത് ആത്മജന്റെ ബർത്ത്ഡേക്ക് ശേഷവും അതുപോലെ ഇവരുടെ വിശേഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ മറ്റൊരു കുഞ്ഞിന്റെ വാർത്തകൾ പങ്കുവച്ചതോടെ ഈ താരദമ്പതികൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇടം നേടിക്കഴിഞ്ഞു. കുഞ്ഞിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ വാർത്ത കൂടി പങ്കുവച്ചിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇവരുടെ വീഡിയോ പങ്കുവച്ചത്. അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും പ്രേക്ഷകർ ഏറ്റെടുക്കാനും തുടങ്ങി എന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുത്തു. അതേസമയം ദേവിക ഹോസ്പിറ്റലിൽ ഒരുപാട് അനുഭവിച്ചുവെന്നും ഈ പ്രസവത്തോടെ ദേവികയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്നും പ്രേക്ഷകരടുത്ത് പറയുകയാണ് വിജയ്. ദേവികയ്ക്ക് ഒരുപാട് സമയം ബോധമില്ലായിരുന്നു, ബോധം വരുന്നതേയില്ലായിരുന്നു. ഡോസ് കൂടിപ്പോയോ എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചിരുന്നു. പിന്നാലെയാണ് ഇതൊക്കെ തന്നെയും സാധാരണ ഇങ്ങനെയാണ് നടക്കാറുള്ളത് എന്ന് മനസ്സിലായത്. അതോടെ പ്രേക്ഷകരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിജയ് അനുഭവിച്ച വേദനയെക്കുറിച്ചും പറയുകയാണ്. അങ്ങനെ ഒരുപാട് സ്ട്രെയിൻ എടുത്തത് കൊണ്ട് തന്നെ വീഡിയോയിലുടനീളം തന്നെ വിജയ് ദേവികയെ ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും കാണാം. വിജയ് ദേവികയോട് കൂടെ പറയുന്നുണ്ട്, സ്ട്രെയിൻ എടുക്കാതെ സംസാരിക്കൂ, സ്ട്രെയിൻ എടുക്കാതെ നിൽക്കൂ എന്നൊക്കെ. ആവശ്യത്തിന് സ്ട്രെയിൻ നീ പ്രസവ സമയത്ത് എടുത്തു കഴിഞ്ഞു, ഇനി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്, അതാണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് വിജയ് പറയുന്നുണ്ട്. വിജയ് വളരെയധികം സ്നേഹത്തോടെ ദേവികയെ നോക്കുന്നതാണ് വീഡിയോയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും അത് തന്നെയാണ് ഏറ്റെടുക്കുന്നത്. പ്രേക്ഷകർക്കത് കണ്ടപ്പോൾ കൂടുതൽ സ്നേഹം തോന്നി എന്നാണ് പറയുന്നത്. പ്രസവ സമയത്ത് ഒരുപാട് നേരം കഴിഞ്ഞാണ് ദേവികയ്ക്ക് ബോധം വന്നത്. 5 ദിവസം മുന്നേ ദേവികയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നു. ഞാൻ എടുത്തുകൊണ്ട് ഓടുന്നു. അവിടെ ചെന്ന് വേറൊരു ബെഡിൽ തലയും പൊക്കിയുള്ള കിടപ്പ് വേറെയും. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ്. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും വിധി എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് മാറ്റാനൊന്നുമാകില്ല. സന്തോഷത്തോടെ അതിൽ ഉൾക്കൊള്ളുക, അതേ നമുക്ക് ചെയ്യാനാകൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും മാറി. സന്തോഷത്തോടെ ഇതിനെ ഉൾക്കൊണ്ട് നമുക്കത് ചെയ്യണം. പ്രകൃതി വിധി അനുസരിച്ച് പോവുക എന്നേ ഉള്ളൂ. ദേവിക ബോധം പോയി കിടന്ന 19 മണിക്കൂർ ഡിഫറൻ്റ് ആയിരുന്നു. എനിക്ക് ഡിഫറെൻറ്റ് ഇമോഷൻസിലൂടെ ഞാൻ കടന്നുപോയി. നെഗറ്റീവ് ചിന്തകളിലൂടെയൊക്കെ തന്നെയും പോയി. അങ്ങനെ ഒരു അവസ്ഥ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നിനോടും ഓവറായി അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡായി ജീവിച്ച ആളായിരുന്നു ഞാൻ. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും നല്ലത് സംഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ ഒരു കേസിൽ ഞാൻ മാറ്റി പറഞ്ഞു. എനിക്കിത് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റോറി പറയണമെന്നൊക്കെ പറഞ്ഞു. മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇമോഷണലായി പോകും. ഭാവിയിൽ നന്നായി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ദേവികയുടെ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം പ്രാർത്ഥിക്കുമല്ലോ എന്ന് കരുതിയിരുന്നു. സോഷ്യൽ മീഡിയ എല്ലാം ഡിലീറ്റ് ചെയ്താലോ എന്ന് ചിന്തിച്ചു. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. അത്രയേറെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി എന്ന് വിജയ് പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.